നമ്മുടെ നാട്ടിലെ ഒരു കമ്പനിയാണ്, കൊച്ചിയിലും കോഴിക്കോടും വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ഓഫീസുകളുള്ള ഒരു കമ്പനിയാണ് കോറോ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കമ്പനി. അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അവർ ഒരു വിദേശ കമ്പനിയാണ്. ടെക്സാസിലാണ് അവരുടെ ഹെഡ് ഓഫീസ് ഉള്ളത്. അപ്പോൾ ആ കമ്പനിയിലെ ഏതാണ്ട് 800ഓളം വരുന്ന ജീവനക്കാരെ, ആയിരക്കണക്കിന് ജീവനക്കാരുള്ള ഒരു കമ്പനിയാണ്. അതിൽ 800ഓളം വരുന്ന ജീവനക്കാരെ അവരൊരു സുപ്രഭാതത്തിൽ പിരിച്ചുവിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരെ മാന്യമായിട്ടാണ് പിരിച്ചുവിട്ടത്. എന്ന് പറഞ്ഞാൽ രാവിലെ ചെന്നപ്പോൾ തന്നെ ID കാർഡൊക്കെ മേടിച്ച് വെച്ച് പോയിക്കോളൂ എന്നുള്ളത്, ഇനി മുതൽ ജോലിയില്ല, ജോലിയൊക്കെ ചെയ്തത് ഗംഭീരം, പക്ഷേ ഇനി മുതൽ ജോലിയില്ല എന്നുള്ളത് പറഞ്ഞുവിടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പിരിച്ചുവിടലുകളൊക്കെ നേരത്തെ നടന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ VK മാത്യൂസിൻ്റെ കമ്പനി, നിങ്ങൾക്കെല്ലാം പറയുന്ന IBS എന്ന് പറയുന്ന വലിയ കമ്പനി, ആ കമ്പനി ഇതുപോലെ തന്നെ ആളുകൾ ഒരു സുപ്രഭാതത്തിൽ രാവിലെ ചെല്ലുമ്പോഴത്തേക്ക് അത് പിന്നെ ID കാർഡൊക്കെ ഊരി മേടിച്ചു. ഇപ്പോൾ ID കാർഡ് ഊരി മേടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ID കാർഡൊക്കെ ഊരി മേടിച്ചു, അവരോട് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ പിരിച്ചുവിട്ടു. അപ്പോൾ അങ്ങനെ പിരിച്ചുവിടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അതിലൊരു ന്യായമുണ്ട്. കാരണം അത് ഈ VK മാത്യൂസിൻ്റെ കമ്പനിയൊക്കെ തന്നെ ഏവിയേഷൻ ബിസിനസ്, അവരുടെ ക്ലയൻസ് എല്ലാം തന്നെ ഏവിയേഷൻ ആളുകളാണ്. അപ്പോൾ ഏവിയേഷൻ ബിസിനസ് നടത്തുന്ന ആളുകളാകുമ്പോൾ ഫ്ലൈറ്റിൻ്റെ വിമാനങ്ങൾ, അതിൻ്റെ സോഫ്റ്റ്വെയർ, ഇതെല്ലാമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സിസ്റ്റത്തിൽ ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫ്ലൈറ്റുകളുടെ ട്രാവലിങ്ങിനൊക്കെ തന്നെ ബാധിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ആളുകളെ, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാരണവശാലും അവരെ ഒരു ടൈം, അതായത് 1 മന്ത് പീരീഡൊന്നും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആളുകൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് സത്യവുമാണ് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് അറിയാവുന്നൊരു കാര്യമാണ്. ഇവിടെയും ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പോലെയുള്ള പരിപാടികളാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരൊരു ഹെൽത്ത് സെക്ടറിൽ, ഹെൽത്ത് ടെക്നോളജിയാണ് അവർ വർക്ക് ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിരവധി ക്ലയൻറ്റുകളൊക്കെ തന്നെ വിദേശത്തു നിന്നുള്ളവരാണ്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയലുകളൊക്കെ ഇവർ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഒരു സുപ്രഭാതത്തിൽ ഇവർ പിരിച്ചുവിട്ടിട്ടുള്ളത് എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ കമ്പനിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചി, കാലിക്കറ്റ്, കോയമ്പത്തൂർ, നോയിഡയിലാണ് ഇപ്പോൾ ഇവരുടെ കമ്പനികൾ നിലവിലുള്ളത്. മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് കൂടി ഒരു എക്സ്പാൻഷൻ ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകളുടെ ഏറ്റവും പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഇതിലേക്കൊക്കെ നയിച്ചിട്ടുള്ള പ്രധാന കാര്യമെന്ന് പറയുന്നത് 1990കൾ മുതൽ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ തുടങ്ങിയിട്ടുള്ള ഗ്ലോബലൈസേഷൻ ഉണ്ട്. ഈ ഗ്ലോബലൈസേഷൻ നമുക്ക് എതിർക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു പരിധികളുമില്ലാത്ത, ഒരു നിയന്ത്രണവുമില്ലാത്ത ഗ്ലോബലൈസേഷനും ഉദാരവൽക്കരണവും കോമ്പറ്റീഷൻ, മത്സരം വളരെ കടുത്തതാവുകയും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പോളിസി വരികയും ഒക്കെ ചെയ്തു. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റുകളുടെയൊക്കെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അങ്ങനെ കാലില്ലാത്തവനോടും കാലുള്ളവനോടും കൂടി ഓടിയിട്ട് ജയിച്ചോളാൻ പറയലല്ല യഥാർത്ഥ ഉത്തരവാദിത്തം. അതിൽ അങ്ങനെ ഓടാൻ കഴിയാത്ത ദുർബലരായിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പല നിയമങ്ങളും ഇന്ത്യയിൽ ലേബർ ലോസിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ലേബർ ലോസിൻ്റെ ഭാഗമായി അതിൻ്റെ പേര് പോലും മാറ്റിക്കൊണ്ട് ലേബർ കോഡുകൾ എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ നിരവധി തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ ഇന്ത്യയിൽ വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ആക്കം കൂടിയത് നമ്മുടെ പ്രിയപ്പെട്ട നരേന്ദ്രമോദി ഭരിക്കുമ്പോഴാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ലേബർ ലോസൊക്കെ അനുസരിച്ച് തന്നെ ഇവരെ ഇനിയിപ്പോൾ പിരിച്ചുവിടാനൊക്കെ വളരെ എളുപ്പമാണ് എന്നുള്ളതൊരു വാസ്തവമാണ്. നേരത്തെ ഒരു കമ്പനി ലേ ഓഫിലേക്ക് പോകുന്നുവെങ്കിൽ 100 തൊഴിലാളികളെ വരെ മാത്രമേ അനുമതി കൂടാതെ പിരിച്ചുവിടാൻ കഴിയുമായിരുന്നുവെങ്കിൽ, പക്ഷേ ഇപ്പോൾ അത് 300 പേരെ പിരിച്ചുവിടാൻ കഴിയാവുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കമ്പനി പിരിച്ചുവിട്ടിട്ടുള്ളത് 800ഓളം പേരെയാണ് എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ആ 800ഓളം പേരെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാം, അതിൽ പലരും കോൺട്രാക്റ്റ് ലേബേഴ്സൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അവരെ വേണമെങ്കിൽ കമ്പനിക്ക് അവരുടെ എഫിഷ്യൻസി, ലാക്ക് ഓഫ് ഇൻഎഫിഷ്യൻസി ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഡൻലി പിരിച്ചുവിടാൻ കഴിയും എന്നുള്ളതൊരു വാസ്തവമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറിയ കുട്ടികളായിട്ടുള്ള ഈ പറയുന്ന കോറോ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസൊക്കെ അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. അത് കുറച്ച് ക്രൂരമായ യാഥാർത്ഥ്യമാണ്. നിങ്ങളിപ്പോൾ അവിടെ സമരം ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടോ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പൻസേഷൻ കിട്ടാമെന്നുള്ളതല്ലാതെ നിങ്ങൾ അവർ ജോലിയിലൊന്നും തിരിച്ചെടുക്കാൻ പോകുന്നില്ല. അതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ കമ്പനിയുടെ ഭാഗത്തായതുകൊണ്ടല്ല, ഇന്ത്യ മുഴുവൻ ഒരു വലിയ ഒരു വ്യവസ്ഥിതി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത് ഇത്തരത്തിൽ കോർപ്പറേറ്റ് കുത്തകകൾക്ക് അനുകൂലവും സാധാരണ തൊഴിലാളികൾക്ക് എതിരായിട്ടുള്ള കാര്യവുമാണ്. ഈ എതിരായിട്ടുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിൽ നിങ്ങളെപ്പോലെയുള്ള തലമുറകളെ സ്വാധീനിച്ചുകൊണ്ട് അവർ മാനിപ്പുലേറ്റ് ചെയ്ത കാര്യങ്ങളുണ്ട്. അതിൽ നിങ്ങളുമൊക്കെ തന്നെ ഇഴുകിച്ചേർന്നുകൊണ്ട് ജീവിച്ചു പോവുകയായിരുന്നു എന്നുള്ളത് എനിക്ക് പറയാതെ വയ്യ. ഇപ്പോൾ ഇൻഫോ പാർക്കിൽ, ടെക്നോ പാർക്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കോറോ ഹെൽത്തിൽ ഇതുപോലെയുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന
ഏതാണ്ട് ഒട്ടുമുക്കാൽ ഒട്ടുമുക്കാൽ പങ്കും ആളുകൾ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ രാഷ്ട്രീയവും ലേബർ ലോസും ഒക്കെ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് കാശ് കിട്ടും, ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാം, സുഖകരമായിട്ട് ജീവിക്കാം, കുറച്ച് റീലുകൾ കാണാം, സന്തോഷമായിട്ട് ജീവിക്കാം, ഞങ്ങൾക്ക് ഈ ലേബർ ലോസ് അറിയേണ്ട കാര്യമില്ല, ഇന്ത്യയിലെ രാഷ്ട്രീയം അറിയേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ഒരു പരിധി വരെയുള്ള ആളുകളെങ്കിലും കുറേ പേരെങ്കിലും വിചാരിച്ചിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ വലിയ തെറ്റായി പോയി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മാർട്ടിൻ നീമുള്ളറിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള വാചകമുണ്ട്. ഏറ്റവും ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഞാനൊന്നും സംസാരിച്ചില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം അവർ ട്രേഡ് യൂണിയനിസ്റ്റുകൾ, അതായത് ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാരെ തേടി വന്നു. പക്ഷേ അന്നേരവും ഞാൻ സംസാരിച്ചില്ല, കാരണം ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ഒടുവിൽ അവർ ജൂതന്മാരെ മൂന്നാമത് തേടി വന്നു. പക്ഷേ അപ്പോഴും ഞാൻ സംസാരിച്ചില്ല, കാരണം ഞാൻ ജൂതനായിരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ആൻഡ് ദെൻ ദേ കെയിം ഫോർ മീ എന്നാണ്. ഏറ്റവും ഒടുവിൽ അവരെന്നെ തേടി വന്നു, പക്ഷേ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരും തന്നെ അവിടെ ബാക്കി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന വളരെ വിശ്വവിഖ്യാതമായിട്ടുള്ള സെൻറ്റൻസ് നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. അതേ അവസ്ഥയാണ് പ്രിയപ്പെട്ട ഈ കോറോ ഹെൽത്തിലെ ജീവനക്കാർക്കും ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. കാരണം ഏറ്റവും ആദ്യം ഈ ട്രേഡ് യൂണിയനുകളൊക്കെ തന്നെ നമ്മുടെ ഈ പറയുന്ന സെൻട്രൽ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും സംഘടനകളൊക്കെ തന്നെ ഈ ലേബർ ലോസിനെതിരെ ഏതാണ്ട് 2020 മുതൽ 2022 മുതലൊക്കെ തന്നെ നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ 6ഓളം വരുന്ന സമരങ്ങളുടെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട സമരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ തന്നെ ഓർക്കുന്നുണ്ടാവും. അത് മാർച്ച് 2022 നടത്തിയിട്ടുള്ളൊരു സമരമാണ്. മാർച്ച് 28, 29 തീയതികളിലാണ്, മാർച്ച് 2022 ആ സമരം നടന്നത്. ആ സമരം നടന്നപ്പോൾ അത് ഓൾ ഇന്ത്യ ലെവൽ ഒരു ഹർത്താലായിരുന്നു. ആ ഹർത്താൽ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനു മുമ്പും 2020 തന്നെ ഫെബ്രുവരി 12 സമരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സമരങ്ങളോടൊക്കെ നമ്മുടെ ഇവിടുത്തെ ഒരു സാധാരണ യുവതലമുറ എടുത്ത സമീപനം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതിന് ഞാൻ യുവതലമുറയൊന്നും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അത്തരത്തിലൊരു കോർപ്പറേറ്റ് കുത്തകകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വികാരം സൃഷ്ടിക്കുകയും നിങ്ങളെ അതിനൊക്കെ അടിമപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, മാർച്ച് 2022 അതായത് 28, 29 തീയതികളിൽ നടന്നിട്ടുള്ള ആ സമരവുമായി ബന്ധപ്പെട്ട് ഒരു കേരളത്തിൽ അങ്ങിങ്ങ് അക്രമങ്ങളുണ്ടായി. അക്രമങ്ങളെയൊന്നും നമുക്ക് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മുഖമിടിച്ച് മൂക്കിടിച്ച് ചോര വരുത്തുന്ന ഒരു രംഗമൊക്കെ തന്നെ ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ അന്ന് അതിനെ ആഹ്വാനം ചെയ്തിട്ടുള്ള CITൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള എളമനം കരീം ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം അങ്ങനെ പ്രസ്താവനയും നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം നടത്തിയ പ്രസ്താവന, ആ മൂക്കിടിച്ച് ചോര വരുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ചില മാധ്യമങ്ങളൊക്കെ ഈ സമരത്തിൻ്റെ വലിയ ഗൗരവം കാണാതെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പലപ്പോഴും ഈ പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അന്ന് വൈകുന്നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ വിനു വി ജോൺ വളരെ വൈകാരികമായി അതിനെതിരെ ആഞ്ഞടിച്ചു എന്നുള്ളതൊരു വാസ്തവമാണ്. അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ പിടിച്ചിറക്കിയത് എളമരം കരീമിനെ ആയിരുന്നെങ്കിൽ, കരീമിൻ്റെ മൂക്കിടിച്ചാണ് ചോര വരുത്തിയിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇതുപോലെ പിച്ചി മാന്തി എന്നൊക്കെ പറയുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അന്ന് നമുക്കറിയാം, അന്ന് തന്നെ CITക്കാർ വലിയ പ്രക്ഷോഭത്തിനിറങ്ങുകയും വിനു വി ജോണെ ഇറങ്ങി പാടാ എന്നൊക്കെ പറഞ്ഞ് എറണാകുളത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വന്ന് സമരം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ വിനു ഇരിക്കുന്നത് തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് വിനു ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് സമരമൊക്കെ തന്നെ പാളിപ്പോയി. പക്ഷേ അതിനുശേഷം വിനു വി ജോണിൻ്റെ വീടിനകത്ത് കയറി പോസ്റ്റർ ഒട്ടിക്കുന്നൊരു കാര്യമൊക്കെ ഉണ്ടായി. അതുമൊക്കെ പ്രതിഷേധം അർഹിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി സംഭവിച്ച കാര്യമാണെങ്കിലും നീ കോറോ ഹെൽത്തിലെ ജീവനക്കാരടക്കം ആലോചിക്കണം. നിങ്ങളിൽ എത്ര പേർ ഈ ലേബർ ലോയെക്കുറിച്ച് ബോധവാന്മാരാണ്? നിങ്ങൾ എത്ര പേർ ഈ ലേബർ കോഡിനെതിരെ സമരം ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്? നിങ്ങളിൽ എത്ര പേർ ഈ പറയുന്ന 2020 നടത്തിയിട്ടുള്ളതും 2022 നടത്തിയിട്ടുള്ളതുമായിട്ടുള്ള ട്രേഡ് യൂണിയനുകളുടെ സമരത്തിന് നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്? നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മുടെ മാധ്യമങ്ങളൊക്കെ കൊടുത്തൊരു നരേറ്റീവ് ഇത്തരത്തിലുള്ള സമരങ്ങളൊക്കെ വെറും അനാവശ്യമാണെന്നും ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെ ചില കളികളാണെന്നും ആണ് വിചാരിച്ചത്. നിങ്ങളെപ്പോലെയുള്ള കുറേ പാവപ്പെട്ട കുട്ടികളൊക്കെ വിചാരിച്ചു ഇത് ഞങ്ങൾ റീൽസും കണ്ട് അതുപോലെ തന്നെ നമ്മുടെ എൻജോയ്മെൻറ്റും ഒക്കെ ആയിട്ട് കാശും കിട്ടുന്നുണ്ട്, അതുവഴി പോയാൽ മതി, ഞങ്ങളെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു. മാർട്ടിൻ നീമുള്ളർ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ ഡോറിൽ വന്ന് മുട്ടിയിരിക്കുന്നു. ഇനി എത്ര ഡോറുകളിൽ ഇത് മുട്ടും എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് നെഞ്ചുവേദനക്ക് നമുക്ക് എന്ത് ചെയ്യാം,
തലവേദനക്കുള്ള ബാം മേടിച്ച് പുരട്ടാം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ചില MLA മാരും മന്ത്രിയുമൊക്കെ ഈ പ്രശ്നത്തിലേക്ക് ഇടപെട്ടിട്ടുണ്ട്. അവരിടപെട്ടതുകൊണ്ടൊന്നും വലിയ വിശേഷമൊന്നും ഉണ്ടാവാനില്ല. കാരണം അവരെക്കാളൊക്കെ വലിയ കോർപ്പറേറ്റ് ഭീമൻ കമ്പനികളാണ് ഇതെല്ലാം തന്നെ. അവരെ സംബന്ധിച്ച് കേരളത്തിൻ്റെ തൊഴിൽ മന്ത്രിയൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല, ഒരു MLAയും ഒരു വിഷയമുള്ള കാര്യമല്ല. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ തവണ ഇവിടെ സമരം നടത്തിയപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ ആ സമരത്തുമായി ബന്ധപ്പെട്ട് ഇവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കമ്പനി അധികൃതർ പറഞ്ഞത് ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇത് ഫ്രീസ് ചെയ്യാം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തൽക്കാലത്തേക്ക് ഇത് ഫ്രീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ ഉത്തരവ് കാറ്റിൽ പറത്തി. കാരണം എന്ന് വെച്ചാൽ പിറ്റേ ദിവസം തന്നെ അവർ ആളുകളൊക്കെ തന്നെ പിരിച്ചു വിട്ടു. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. കാരണം അവരൊരു അമേരിക്കൻ കമ്പനിയാണ്. അവർ ചെയ്യുന്നതിന് പിന്നിൽ വലിയ വൃത്തികേടുകളുണ്ട്. കാരണം ഇതിൽ പറയുന്ന കുട്ടികളൊക്കെ തന്നെ പറയുന്നൊരു കാര്യം, ഈ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ഞങ്ങളെ പിരിച്ചുവിടുമെങ്കിൽ ഞങ്ങൾക്കൊരു 31-ാം തീയതി 30-ാം തീയതിയെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ ഹോസ്റ്റലിൽ ഒരു മാസത്തെ റെൻറ്റ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകില്ലായിരുന്നു, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് 31-ാം തീയതിയെങ്കിലും വീട്ടിൽ പോയാനല്ലോ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് വലിയ ഈ പറഞ്ഞ പോലെ അവരുടെ വിഷമത്തോടെ എനിക്ക് വലിയ എമ്പതി ഉണ്ട്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് എന്തും ചെയ്യാവുന്ന, കണ്ണി ചോരയില്ലാതെ പ്രവർത്തിക്കാവുന്ന നിരവധി നിയമങ്ങൾ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. 90കളിൽ തുടങ്ങിയിട്ടുള്ള കോൺഗ്രസ് ഗവൺമെൻറ് തുടങ്ങിയിട്ടുള്ള ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി ഒരു നിയന്ത്രണവുമില്ലാത്ത കുത്തക കമ്പനികളുടെ അധികാരത്തിലേക്ക്, നിയന്ത്രണത്തിലേക്കൊക്കെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റുകൾ വന്നിരിക്കുന്നു. ആ രാഷ്ട്രീയത്തിനെതിരെ നിങ്ങൾ സമരം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ വെറുതെ നമ്മളൊരു മരത്തിൽ നിന്ന് ഇലയെ പഴിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമായിരിക്കും ചെയ്യുക. അതിനും അപ്പുറത്തേക്കുള്ള ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഇതൊരു അവസരം കൂടിയാണ് തൊഴിലാളി സംഘടനകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ യുവതലമുറയെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അത്തരത്തിലുള്ള ഒരു എഫേർട്ട് CPM-ഓ CITO ഒക്കെ എടുക്കുന്നതായിട്ടും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ടെക്നോ പാർക്കിലോ ഇൻഫോ പാർക്കിലോ അല്ലെങ്കിൽ മറ്റ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെയൊന്നും സ്വാധീനിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഇനി ഈ കമ്പനി എന്താണ് എന്നുള്ളത് കൂടി നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇവരെ ഇതിൽ നിന്നൊന്നും ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കോറോ ഹെൽത്ത് എന്ന് പറയുന്ന കമ്പനി നിരവധി സ്ഥലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അവരിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം UP-യിലൊരു പുതിയ യൂണിറ്റ് തുടങ്ങുകയാണ്. അവിടെ അവർക്ക് കുറച്ചുകൂടി റീസണബിൾ ആയിട്ടുള്ള, കുറച്ചുകൂടി കുറഞ്ഞ ശമ്പളത്തിന് ആളുകളെ കിട്ടും. അതുകൊണ്ട് അവരിവിടെ നിന്ന് ആളുകളെ പറഞ്ഞു വിടുന്നു. കൂടാതെ അവർക്ക് ആവശ്യമുള്ള സീനിയർ പോസ്റ്റിലുള്ള ആളുകളെ അവർ 10-30,000 രൂപയ്ക്ക് കൂടുതൽ സാലറി കൂട്ടി കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അത്തരം മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. എന്നാൽ കുറച്ചുകൂടി എഫിഷ്യൻസി, അവരുടെ അത്രയും എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത, എക്സ്പെർട്ടൈസ് ഇല്ലാത്ത ആളുകളെ ഇവർ പറഞ്ഞു വിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ അർത്ഥം കമ്പനി നഷ്ടത്തിലാണെന്നല്ല, കമ്പനി യഥാർത്ഥത്തിൽ ടെക്സാസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവർക്ക് 1000 കോടി രൂപയിലധികം ഇന്ത്യയിൽ നിന്ന് ടേൺ ഓവറുള്ള ഒരു കമ്പനിയാണ്. ഇനി ഇവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ, ഇത് വെറും 1000 കോടി രൂപ ടേൺ ഓവറുള്ള ഒരു കമ്പനി മാത്രമല്ല. ഈ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് 2020-ലാണ്. യഥാർത്ഥത്തിൽ ഈ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് 2020-ലാണെങ്കിൽ പോലും ആ കമ്പനി സ്ഥാപിച്ചത് മറ്റ് 2 ഗ്രൂപ്പുകൾ ചേർന്നാണ്. അതിലൊന്നിൻ്റെ പേര് പേഷ്യൻ സ്ക്വയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അതുവരെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് $19 ബില്യൺ എന്ന് പറഞ്ഞാൽ 1.81 ലക്ഷം, അതായത് 1,80,000 കോടി രൂപയിലധികം വരുന്ന ടേൺ ഓവറാണ് അവർക്കുള്ളത് എന്നുള്ളത് പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. അപ്പോൾ അവരോടൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾക്കൊന്നറിയാമല്ലോ. അവർ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ന്യൂയോർക്കിലാണ് അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഈ കമ്പനി പേഷ്യൻ സ്ക്വയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനി 2020-ൽ സ്ഥാപിക്കപ്പെട്ടതാണ് കേട്ടോ. കാരണം അവർക്ക് ദുബായിലടക്കം മറ്റു സ്ഥലങ്ങളിലൊക്കെ കേന്ദ്രങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാർലൈൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ്, അവരുടെ ഇനീഷ്യേറ്റീവിലാണ് ഈ 2 സ്ഥാപനങ്ങളും രൂപീകരിക്കപ്പെട്ടത്. കാർലൈൻ ഗ്രൂപ്പിനെ കുറിച്ച് ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല, കുറച്ചൊരു ചെറിയ കാര്യം മാത്രം പറയാം, നിങ്ങളെ വിഷമിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. അത് വാഷിങ്ടൺ DC ആണ് അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. അവരുടെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് $475 ബില്യൺ ആണ്. 475 ബില്യൺ, അതാണ് അവരുടെ ഈ പറഞ്ഞ പോലെ അസറ്റ് ബേസ് എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ 45 ലക്ഷം കോടി രൂപയിലധികം വരും. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ആനുവൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേവലം 2.25 ലക്ഷം കോടി രൂപയാണ്. അതിനേക്കാളൊക്കെ ഏതാണ്ട് 20 ഇരട്ടി വലിയ അസറ്റുള്ള ഒരു കമ്പനിയോടാണ് നമുക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നത്. അതുകൊണ്ട് ബിന്ദു കൃഷ്ണ വന്ന് ഇടപെട്ടു, ആശ്വസിപ്പിച്ചു, ഞാൻ ഏത് സമയത്തും വേണമെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ താൽക്കാലികമായി നമുക്കൊരു പരിഹാര മാർഗങ്ങളായി തോന്നും.
നമ്മുടെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ചികിത്സിക്കാൻ പണമില്ലാതെ വീട്ടിലാരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ MLA-മാരൊക്കെ വന്ന് റീത്ത് വെക്കുകയോ അനുശോചന രേഖപ്പെടുത്തുകയോ ചെയ്യുന്നത് പോലെ. അല്ലാതെ അതിനുമപ്പുറത്തേക്ക് ഒരു പുല്ലും ഇതിനകത്ത് സംഭവിക്കില്ല. കാരണം ഇന്ത്യയിൽ രാജ്യമെന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് ഇംഗിതത്തിനനുസരിച്ച് വഴങ്ങി കൊടുത്തിരിക്കുന്നു. അതിൽ മറ്റു പല ന്യായീകരണങ്ങളൊക്കെ അവർക്ക് പറയാനുണ്ടാവും. കാരണം ഇന്ത്യയിലേക്ക് കൂടുതൽ ബിസിനസ് വരണമെങ്കിൽ ഇത് ചെയ്യണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ വിയറ്റ്നാമിലേക്ക് പോകും, മറ്റ് പല സ്ഥലങ്ങളിലേക്ക് ചൈനയിലേക്ക് പോകും എന്നൊക്കെയുള്ളതൊക്കെ നമുക്ക് പറയാം. പക്ഷേ എങ്കിൽ പോലും വാസ്തവം അതാണ്. ആ വാസ്തവം കോറോ ഹെൽത്തിലെ പ്രിയപ്പെട്ട യുവ തലമുറയും അവരുടെ സുഹൃത്തുക്കളൊക്കെ മനസ്സിലാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മന്ത്രി ഇടപെടും, MLA ഇടപെടും. പക്ഷേ ഇവരൊന്നും പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളല്ല. ഈ പറയുന്ന പോലെ ഈ ലോകത്തിലെ തന്നെ കോർപ്പറേറ്റ് ഭീമന്മാരിലൊന്നായിട്ടുള്ള കാരലൈൻ ഗ്രൂപ്പ് എന്നുള്ളത് ഒന്നോർത്ത് വെച്ചാൽ നല്ലത്. ടോപ്പിക്ക് കഴിഞ്ഞു. നമ്മൾ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും നമ്മളുടെ ഒരു പുതിയ ചാനലുണ്ട്. അതിൻ്റെ പേര് ജനകീയ പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. അതിൻ്റെ യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടത് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അതിൻ്റെ ഇംഗ്ലീഷിലുള്ളത് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നെസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അത് ആ ചാനലിൽ ഇപ്പോൾ ഒരു പുതിയ പോഡ്കാസ്റ്റ് വന്നേക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ഇന്ത്യ എങ്ങനെ നിലമൊരുക്കി കൊടുക്കുന്നു ഗവൺമെൻറ്റുകൾ എന്നുള്ളതും, അതിൻ്റെ ഭാഗമായി അവർ കേരളത്തിലേക്ക് എങ്ങനെ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതും, ആ പിടിമുറുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ വലിയ സ്വാധീനമില്ലാതിരുന്ന, പാർലമെൻ്ററി പാർട്ടിയിൽ നാമമാത്രമായ പിന്തുണ മാത്രമുണ്ടായിരുന്ന, ഹൈക്കമാൻഡിന് ഇഷ്ടമില്ലാതിരുന്ന VD സതീശനെ എങ്ങനെ അവർ മുഖ്യമന്ത്രിയാക്കി എന്നുള്ളതിൻ്റെ ഒരു കഥ കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ആദ്യത്തെ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏതാണ്ട് 1,20,000 പേരും, ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ കൊണ്ട് ഏതാണ്ട് 1,46,000 പേരും കണ്ടിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതൊരു 50 മിനിറ്റിൻ്റെ പോഡ്കാസ്റ്റാണ്. മലയാളത്തിൽ കേരളത്തിൽ ഇന്നുവരെ നിങ്ങളോട് ആരും പറയാത്ത കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണ കിട്ടും എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അത് കേൾക്കുന്നത് കൂടാതെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഈ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വളരെ ചെറിയ എമൗണ്ടുകൾ മുതൽ വലിയ എമൗണ്ടുകൾ വരെയുള്ള 6 ഘട്ടങ്ങളിലായിട്ടുള്ള എമൗണ്ടുകളുണ്ട്. മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ടിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ല, നമ്മൾ നേരിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം വേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ അറിയേണ്ടത്, ഇനി അതൊന്നും ചെയ്യാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കാണുകയും നമ്മുടെ ചാനലിൻ്റെ താഴെ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും വിമർശനങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്ന ഒരു സെഷൻ കൂടി ഉൾപ്പെടുത്തണമെന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞില്ല. അപ്പോൾ അത്തരത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു സെഷൻ കൂടി നമ്മൾ ഉടനെ തന്നെ എടുക്കുന്നതാണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോഡ്കാസ്റ്റുകൾ എടുക്കുന്നത് വലിയ ചിലവായതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുകൾ കൂടി ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ പേര് മറക്കണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.